ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മാളും പൊന്നും ഒക്കെ പ്രസവിച്ചോന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പ്രസവിച്ചിട്ടില്ല, ഏകദേശം പ്രസവത്തോടടുത്ത് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പൊന്നുവിന് 145 ദിവസം കഴിഞ്ഞു. ഇവൾക്ക് 2-3 ദിവസം കൂടി ഉണ്ട് കേട്ടോ. അവളേക്കാണ് ഒരു 3 ദിവസം കുറവാണ് ഇവൾക്ക്. അങ്ങനെയാണ്. ഒരാൾ ജനുവരി 11-ാം തീയതി, പിന്നെ ജനുവരി 14-ാം തീയതി അങ്ങനെയാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്നേ. അപ്പോൾ തൊട്ടപ്പോൾ ഉച്ചയായിട്ടുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നക്ക് തന്നെയാണ് പണി കേട്ടോ. ഇവള് കുഴപ്പമൊന്നുമില്ല, ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഒരുപാട് ദിവസം കൂട്ടി തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് ചെറുതായിട്ട് അങ്ങനെ ഒരു തോർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരത്ത് കുറച്ച് സമയം മേയാനായിട്ട് കൊണ്ടുപോകും. എന്നാലും ഇപ്പോൾ നമ്മുടെ സുന്ദരിക്ക് ആ ഒരു അകിട് വീക്കം വന്ന് കിടന്നേ കാരണം ഇപ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്ക് പ്രസവത്തോട് അടുക്കും തോറും പേടിയാണ്. എപ്പോഴും അകിടും കാര്യങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പിന്നെ തൊടാൻ സമ്മതിക്കില്ല കേട്ടോ. അകിടിലൊന്നും 2 പേരും തൊടാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാളു കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ പ്ലാവിലയുടെ ആ ഒരു ചുണയാണ് കേട്ടോ ഇവളുടെ മുഖത്തൊക്കെ നിങ്ങൾ കാണുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഇവരൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് വിശേഷങ്ങളൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രസവത്തോടടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. 145 ദിവസം അവൾക്ക് ആയിട്ടുണ്ട്. ഇവൾക്ക് കുറച്ച് ദിവസം കൂടി, 2-3 ദിവസം കൂടി, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ മാസം ഒരു 14-ാം തീയതി ഒക്കെ ആയിട്ട് ഇവരുടെ ലാസ്റ്റ് ഡേറ്റാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ അമ്മയെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സുന്ദരി കിടപ്പിലായ പിന്നെ ഞാൻ അങ്ങനെ, പിന്നെ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുങ്ങളോ ആടിൻ്റെ പ്രസവം ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഇവരെ അങ്ങനെ നോക്കിയിട്ട് ഇപ്പോൾ ജനുവരിയിലാണ് നമ്മുടെ പൊന്നുവിനെ വാങ്ങിച്ചത് കേട്ടോ. ഇവളെ ജനുവരിയിൽ വാങ്ങിച്ച് കൊണ്ടുവന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ഇവൾക്ക് വാങ്ങുമ്പോൾ തന്നെ മതി ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ പിറ്റേന്ന് കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്ത് ഇപ്പോൾ ജനുവരി മുതൽ മെയ് മാസം, ജൂൺ ആയില്ലേ, അപ്പോൾ ഒരു 5 മാസത്തോളം ആയിട്ടുണ്ട്. 150 ദിവസമാണ് ഇവരുടെ ഗർഭകാലം കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാള് നിൽക്കുന്നു. അപ്പോൾ വൈകുന്നേരത്ത് തോർച്ച ഉണ്ടെങ്കിൽ കൊണ്ടുപോകും, അതല്ല മഴ തന്നെയാണ് വെച്ചെങ്കിൽ ഇവിടെ നമ്മൾ പുല്ലോ ഇലകളോ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ല ഇവർക്ക് അങ്ങനെ കൂടുതൽ പറമ്പിലുള്ള പുല്ല് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. വള്ളിപ്പുല്ലുകളാണ് ഇഷ്ടം, പിന്നെ ഇലകളാണ്. അപ്പോൾ ഇലകൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. റോഡ് പണി കാരണം നമ്മുടെ ഫ്രണ്ടിലുള്ള മരമൊക്കെ വെട്ടി. അപ്പോൾ അതുകൊണ്ട് പ്ലാവിലൊക്കെ കിട്ടി കുറച്ച് ദിവസം. മഴ അങ്ങ് കൂടുതലായിട്ട് നിന്നപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല അതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കൂടുതലും സെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്, അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വയറുമായിട്ട് നിൽക്കുന്ന ആടുകളാണെങ്കിലും പശുക്കളാണെങ്കിലും അങ്ങനെ കാണിച്ചുകൂടാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ വീഡിയോ ആയിട്ട് അങ്ങനെ കൂടുതലും വരാത്തത്. പിന്നെ ഒന്നാമത് നമ്മുടെ സുന്ദരിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് പേടിയുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. പുതുതായിട്ട് വീഡിയോ ആയിട്ട് വരാം ഇവരുടെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട്. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.